ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പേപാൽ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചിരുന്നു. അതേപോലെ പേപാൽ അക്കൗണ്ടിൽ ജിമെയിൽ വെരിഫിക്കേഷൻ, മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ, അതേപോലെ പാൻ കാർഡ് വെരിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു. എന്നാൽ അതിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് പേപാലുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നില്ല. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് പേപാൽ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാനിവിടെ എന്റെ പേപാൽ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. പേയ്മെന്റ് മെത്തേഡിൽ ഇവിടെ ബാങ്ക് അക്കൗണ്ട്, അതേപോലെ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ് രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ ലിങ്ക് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് പേപാലുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കണം. അതേപോലെ ബാങ്കിന്റെ IFSC കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ ബാങ്കിന്റെ പാസ്ബുക്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ IFSC കോഡും ബാങ്കിന്റെ പാസ്ബുക്കിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും IFSC കോഡ് ബാങ്കിന്റെ ലഭിക്കുന്നതാണ്. അതിനായിട്ട് IFSC കോഡ്, അതേപോലെ ഞാനിവിടെ പത്തനംതിട്ട SBT എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ നോക്കുക, പത്തനംതിട്ട ബ്രാഞ്ച് IFSC കോഡ് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിക്കാം. ഇതുപോലെയുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ. നോക്കുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിന്റെ വായിച്ചു നോക്കിയതിനു ശേഷം ഇവിടെ നിന്നും IFSC കോഡ് നോക്കുക. SBTയുടെ IFSC കോഡാണിത്. പത്തനംതിട്ട ബ്രാഞ്ചിന്റെ നോക്കുക, ഡിസ്ട്രിക്ട് പത്തനംതിട്ട, ബ്രാഞ്ച് പത്തനംതിട്ട. ഇതുപോലെ നിങ്ങൾക്ക് നോക്കി IFSC കോഡ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിനു ശേഷവും IFSC കോഡ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിന്റെ IFSC കോഡ് ലഭിക്കുന്നതാണ്. ഞാനിവിടെ എൻ്റെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയാണ്. ഞാനിവിടെ സെൻട്രൽ ബാങ്കിന്റെ IFSC കോഡാണ് കൊടുത്തിരിക്കുന്നത്. നോക്കുക, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് താഴെ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് കൺഫേം ചെയ്യാനായിട്ട് പേപാലിൽ നിന്നും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചെറിയ രണ്ട് തുകകൾ അവർ അയച്ചു തരും. ₹1 അല്ലെങ്കിൽ ₹1.5, അതിലേതെങ്കിലും ആയിരിക്കും നമ്മളുടെ ബാങ്കിലേക്ക് അവർ അയക്കുന്നത്. രണ്ട് ട്രാൻസാക്ഷൻ നടക്കും. 4-5 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻ ബാങ്കിലേക്ക് നടക്കും. നിങ്ങളുടെ ബാങ്കിലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കും. അവിടെ നിന്നും ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്തതിന് ശേഷം ഈ രണ്ട് ഡിപ്പോസിറ്റും നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് ആവശ്യമാണ്. എത്ര ഡിപ്പോസിറ്റ് ആണ് വന്നതെന്നുള്ളത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ കൺഫേം ഇൻ 4 to 6 days എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, ബാങ്ക് അക്കൗണ്ട് കൺഫേം പെൻഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനിതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നോക്കുക, കൺഫേം ബാങ്ക് അക്കൗണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് ആദ്യം ചെയ്യാനുള്ളത് നിങ്ങളുടെ ബാങ്കിലേക്ക് ആദ്യം വന്ന ട്രാൻസാക്ഷൻ എത്രയാണോ അത് ആദ്യത്തെ ഈ ബോക്സിൽ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ബോക്സിൽ ടൈപ്പ് ചെയ്യണം. നിങ്ങൾ ഇത് കറക്റ്റായിട്ട് അല്ല ടൈപ്പ് ചെയ്യുന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കൺഫേം ആകത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് ട്രാൻസാക്ഷൻ അതുപോലെ സെക്കൻഡ് ട്രാൻസാക്ഷൻ്റെയും ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്തതിന് ശേഷം അതിൽ നോക്കി കറക്റ്റായിട്ട് തന്നെ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്നുള്ള ഈ ഓപ്ഷൻ ഇവിടെ എനേബിൾ അല്ല. നമ്മളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ കൺഫേം എന്നുള്ള ബട്ടൺ എനേബിൾ ആവും. അതിനുശേഷം ഈ നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പേപാലിൽ വെരിഫൈ ആവുന്നതാണ്. ഇനിയും ചെയ്യാനുള്ളത്, ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ആയതിനു ശേഷം നിങ്ങൾ പേപാലിലേക്ക് എത്ര പണം ട്രാൻസ്ഫർ ചെയ്യാനും അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. അതിനുശേഷം പേപാൽ അക്കൗണ്ടിൽ പേപാൽ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര പണം നിങ്ങളുടെ പേപാലിലേക്ക് വന്നു, എത്ര പണം നിങ്ങളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആയി തുടങ്ങിയ കാര്യങ്ങൾ. ഞാനിവിടെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 4 to 6 days എനിക്ക് എൻ്റെ ബാങ്കിലേക്ക് 2 ട്രാൻസാക്ഷൻ വരും. അത് ഞാനിവിടെ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടും പേപാലിൽ വെരിഫൈ ആവുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ 1-2 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു, ഓൺലൈൻ വഴി ഏണിംഗ് ഉണ്ടാക്കാവുന്ന വീഡിയോകൾ. ഇനി ഞാൻ കുറച്ച് വീഡിയോകളിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒന്ന് കൺഫേം ആയതിനു ശേഷം മാത്രമേ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ അത് പരിചയപ്പെടുത്തത്തുള്ളൂ. അതിലൂടെ ഏണിംഗ് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം 99% ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തത്തുള്ളൂ. നിങ്ങൾക്ക് അതുപോലെയുള്ള ആപ്ലിക്കേഷൻ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഏണിംഗ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഞാൻ. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കിയെന്ന് കരുതുക. അവിടെ നിങ്ങൾക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പേപാൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ പേപാൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ഇമെയിൽ ID കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ വരും. അതായത് നമ്മൾ പേപാൽ അക്കൗണ്ടിൽ കൊടുത്ത ആ സെയിം ഇമെയിൽ ID നിങ്ങൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേപാൽ അക്കൗണ്ടിലേക്ക് ആ പണം ട്രാൻസ്ഫർ ആവുന്നതാണ്. അവിടെ ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ആവും. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. ഇതിൽ നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.